ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് NDA സഖ്യം അടിച്ചു പിരിയുമെന്നായിരുന്നു വാർത്ത. ഇല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് JDU TDP ഒക്കെ BJP സമ്മർദ്ദത്തിലാക്കുമെന്ന് കരുതിയവർ അവരുടെ വായടപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ് ഇന്നലെ നമ്മൾ ദില്ലിയിൽ കണ്ടത്. 72 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൽ 62 BJP ആണ്. 10 മന്ത്രിമാരാണ് സഖ്യകക്ഷികൾക്ക് നൽകിയത്. സഖ്യകക്ഷികൾക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് TDPയും JDU മാത്രമല്ല, സഖ്യകക്ഷി അപ്നാദൾ ഉൾപ്പെടെയുള്ള അത്വാലയുടെ RPI ഉൾപ്പെടെയുള്ള അനവധി പാർട്ടികളുണ്ട്. അവർക്കെല്ലാവർക്കും കൂടി ചേർന്നിട്ടാണ്, ശിവസേനയ്ക്കും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ 10 മന്ത്രിമാർ പോയിരിക്കുന്നത്. ഈ 72 മന്ത്രിമാർ കഴിഞ്ഞ തവണ 2019 52 മന്ത്രിമാരെയും കൊണ്ടാണ് മോദി ഭരിച്ചത്. അന്ന് തന്നെ ഒരു വിമർശനം ഉയർന്നിരുന്നു. കാരണം മന്ത്രിമാർ കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ മന്ത്രിമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം ഒരു മന്ത്രി തന്നെ 7-8 വകുപ്പുകളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ സഹമന്ത്രി ആയിരുന്ന, വിദേശകാര്യ സഹമന്ത്രി ആയിരുന്ന ശ്രീ V മുരളീധരൻ പോലും പാർലമെൻ്ററി കാര്യ സഹമന്ത്രി കൂടിയായിരുന്നു. അങ്ങനെ 2 വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ മന്ത്രിമാരും 5-6 വകുപ്പുകൾ ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും അതിനിപ്പോൾ ഈ ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ അതിനൊരു ചെറിയ ശമനം വന്നിട്ടുണ്ട്. ഏതായാലും മന്ത്രിമാരുടെ ടോട്ടൽ സംഖ്യ 72ലേക്ക് പോയിരിക്കുന്നു. അതിൽ 62 BJP, ബാക്കി 10 സഖ്യകക്ഷികൾക്കാണ്. അതിൽ TDP ഉണ്ട്, JDU ഉണ്ട്, ശിവസേനയുണ്ട്, ഒപ്പം തന്നെ അപ്നാദളുണ്ട്. അങ്ങനെ അനവധി പാർട്ടികളുണ്ട്, RLDക്കുണ്ട്. അങ്ങനെ അനവധി പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ ആ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാരെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ അവർ BJP തുടർന്നു വന്നിരിക്കുന്ന ഭരണം കുറച്ചുകൂടെ ശക്തമായി തുടർന്നു കൊണ്ടുപോവുക എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് പരാജയം നേരിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ അവർ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കാരണം ഇനി അവർക്ക് പിടിച്ചെടുക്കാനുള്ളതും ഇനി അവർക്ക് നന്നാക്കി മുൻപോട്ട് കൊണ്ടുപോകാനുള്ളതുമായ സംസ്ഥാനങ്ങളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ മന്ത്രിമാരെ അവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ നമുക്കിവിടെ പറയാം. ഹരിയാനയിൽ കഴിഞ്ഞ തവണ 2019 BJPക്ക് 10-ൽ 10 കിട്ടിയ ഇടമാണ്. ഇത്തവണ അവിടെ 5 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ ഇത്തവണ 3 മന്ത്രിമാരെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒരാൾ ജാട്ട് നേതാവാണ്, ജാട്ടുകളുടെ നേതാവായ ഒരു മന്ത്രി കൂടിയുണ്ട്. അങ്ങനെ 3 മന്ത്രിമാരെ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായ ലക്ഷ്യം തന്നെയാണ്, ജാട്ടുകളെ അടുപ്പിച്ച് നിർത്തുക. ഒപ്പം തന്നെ ജാട്ട് മാത്രമല്ല ആ നേതാവ്, കർഷക നേതാവും കൂടിയാണ്. ജാട്ടിലെയും കർഷകനെയും അടുപ്പിച്ച് നിർത്തുക. ആ 5 സീറ്റ് എന്നുള്ളത് പഴയതുപോലെ 10ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 3 മന്ത്രിമാർക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം. ഇത്തവണ BJPയുടെ സർക്കാരിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം മന്ത്രിമാർ പാർട്ടിയുടെ പണി കൂടി ചെയ്യേണ്ടി വരും എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. അതായത് മന്ത്രിമാരുടെ അതുകൊണ്ട് തന്നെയാണ് വകുപ്പുകൾ കുറച്ച് കൊടുത്തിരിക്കുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകൾ മാത്രമല്ല, അതാത് മണ്ഡലങ്ങളിലും ആ സംസ്ഥാനത്ത് കൂടുതൽ ടൈം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു പാർട്ടി നേതാക്കന്മാരുമായിട്ടും ജനങ്ങളുമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഹരിയാനയിൽ 3 മന്ത്രിമാരെ കൊടുത്തിരിക്കുന്നു. ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ ആ മന്ത്രിമാരെ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ സീറ്റ് കൂടുതലുണ്ടായിരുന്നു, 12 മന്ത്രിമാരെ നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അത് 9 ആക്കി കുറച്ചിരിക്കുന്നു. അതിൽ ശ്രദ്ധേയമായ കാര്യം, പ്രധാനപ്പെട്ട ചില VK സിംഗ് അടക്കമുള്ള ചില പ്രധാനപ്പെട്ട മന്ത്രിമാർ, കേന്ദ്രത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള മന്ത്രിമാരെയൊക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അത്തരക്കാർക്ക് പാർട്ടിയുടെ ചുമതലകളിലേക്ക് നീക്കാനാണ്. കാരണം ഈ BJPയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, മന്ത്രി, അത് BJP മാത്രമല്ല CPM അടക്കമുള്ള കേഡർ പാർട്ടികൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മന്ത്രിമാരായിരുന്നവർ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ ഇല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ ഒഴിയുമ്പോൾ ഇവരൊക്കെ പാർട്ടിയുടെ ചുമതല, ചിലപ്പോൾ ജില്ലാ പ്രസിഡന്റിന് ചുമതല കൊടുക്കാം, മറ്റെന്തെങ്കിലും ചുമതല കൊടുക്കാം. കാരണം പാർട്ടി വർക്കും, അതായത് 2 മോഡിലാണ് ഇവരുടെ നേതാക്കന്മാർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് മന്ത്രിയായാൽ അവർ മന്ത്രിയുടെ റോളിൽ ചെയ്യുന്നു, മന്ത്രി പദം കഴിഞ്ഞാൽ അവർ നേരെ പൊളിറ്റിക്സിലേക്ക് വരുന്നു, രാഷ്ട്രീയ പദവി എന്താണോ അത് ചെയ്യും. മുമ്പൊരിക്കൽ നരേന്ദ്രമോദി ഒരു പ്രസംഗമധ്യേ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സംഘടന എന്നോട് പറയുകയാണ് ഈ പണി നിർത്തി നിങ്ങൾ വിവേകാനന്ദ ട്രസ്റ്റിൻ്റെ ചുമതല ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞാൽ എനിക്കത് ഏറ്റെടുക്കണം. അദ്ദേഹം അത് പറഞ്ഞത് RSSനെ കുറിച്ചാണ്. കാരണം RSSൻ്റെ പ്രചാരകനാണ് അദ്ദേഹം. RSSൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം അവർ 3 വർഷത്തേക്കും മറ്റുമാണ് ഈ BJPക്കൊക്കെ വേണ്ടിയിട്ട് പ്രചാരകന്മാരെ, ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരെയൊക്കെ വിട്ടുകൊടുക്കുന്നത്. ചിലപ്പോൾ അവർ തിരിച്ച് വിളിച്ചു വന്നിരിക്കാം. അതായത് BJPയുടെ രീതിയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അവരുടെ മന്ത്രി പൊസിഷനിലൊക്കെ നിൽക്കുന്നവർ പിന്നീട് ജില്ലയുടെയോ ഇല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയൊക്കെ അധ്യക്ഷന്മാരിൽ ദേശീയ തലത്തിലൊക്കെ അധ്യക്ഷന്മാരായിട്ട് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ചിലവരെ മാറ്റിക്കൊണ്ട് UPയിൽ അത് പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ മന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരുമായി സമ്പർക്കം നടത്തണം, ഒപ്പം തന്നെ എല്ലാ വീടാന്തരം നിങ്ങൾ കയറി ഇറങ്ങണം എന്നാണ്. അതായത് പണിയെടുക്കാതെ ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം 2027 ആകുമ്പോഴേക്കും ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏതായാലും കർണാടകത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ 25 സീറ്റ് നേടിയ BJP ഇത്തവണ അവിടെ നേടിയത് 18 സീറ്റാണ്. BJPയും JDSൻ്റെ 2. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് 16 സീറ്റ് എന്ന് പറയേണ്ടി വരും.
ഏതായാലും അവിടെ നിന്ന് 5 മന്ത്രിമാരെയാണ് നൽകിയിരിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ രാജ്യസഭ MP ആണ് കർണാടകത്തിൽ നിന്നുള്ള. അതുപോലെ ശോഭാ കലന്ദ്രജെ, കുമാരസ്വാമി അടക്കം 5 മന്ത്രിമാരെയാണ് നൽകിയിരിക്കുന്നത്. കേവലം 18 സീറ്റേ അവിടെ ഉള്ളൂ. പക്ഷേ അവിടെ 5 മന്ത്രിമാരെ നൽകിയിട്ടുണ്ട്. കാരണം BJPയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ BJP 5 MP-മാർക്ക് ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്ന ആ നിയമം ഇവിടെ പ്രായോഗികമാകുകയാണെങ്കിൽ 5 മന്ത്രിമാർ ഒരിക്കലും കർണാടകത്തിന് വരില്ല. പക്ഷേ 5 മന്ത്രിമാരുണ്ട് അവിടെ. കാരണം കർണാടക BJP ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം അവർക്ക് ശക്തമായ ഇടങ്ങളുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കണം 5 മന്ത്രിമാരെ നൽകിയിരിക്കുന്നത്. തമിഴ്നാട്, അവിടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ NDA 18.27%-ലേക്കും BJP 11%-ലേക്കും എത്തിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അത് അദ്ദേഹം നരേന്ദ്രമോദി NDA നേതാക്കളെ അഭിസംബോധന ചെയ്തപ്പോൾ എടുത്തു പറഞ്ഞൊരു സംസ്ഥാനം കൂടിയാണ്. അവിടെ ഏതായാലും എൽ മുരുകൻ, നേരത്തെയും അദ്ദേഹം മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു, എൽ മുരുകൻ മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് അണ്ണാമലയെ അവിടെ നിലനിർത്തിയിരിക്കുന്നു. നമ്മൾ ഇന്നലെ കേട്ട വാർത്ത, ഈ അണ്ണാമലയുമായി പ്രധാനമന്ത്രി 2 വട്ടം സംസാരിച്ചിരുന്നു. മന്ത്രിപദം ഏറ്റെടുക്കാൻ അണ്ണാമല വിസമ്മതിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം 2026-ലെ തമിഴ്നാട് നിയമസഭയാണ്. അതുകൊണ്ട് അത്രയും കാലം തനിക്ക് പ്രവർത്തിക്കാൻ അവിടെ അനുമതി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കേരളം ഒരു MP മാത്രമുള്ള കേരളത്തിന് 2 മന്ത്രിമാരെ നൽകിയിരിക്കുന്നു. അതിന് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. അതായത് കേരളം ഒരു ടാർഗറ്റായി BJPയുടെ റഡാറിൽ പതിയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ ഇത്തവണ അവർ അതിൽ ലക്ഷ്യം കണ്ടു തുടങ്ങി എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. കാരണം സുരേഷ് ഗോപിയുടെ ഒരു വലിയ ജയം തന്നെയായിരുന്നു. 74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പല മണ്ഡലങ്ങളിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ 2 മന്ത്രിമാരെ നൽകിയിരിക്കുന്നു. അതിൽ ഈ ജോർജ് കുര്യൻ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്, പരിണതപ്രജ്ഞനാണ്, രാഷ്ട്രീയം നന്നായി അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഒരുപാട് ഗുണം കേരളത്തിന് ചെയ്യും എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച, ജനങ്ങൾ വോട്ട് നേടി ജയിച്ച ഒരു MP എന്ന നിലയിലും അദ്ദേഹത്തിന് വരും കാല രാഷ്ട്രീയത്തിൽ കേരളത്തിലൊരു റോളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ 2 മന്ത്രിമാരെയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പോൾ 3 മന്ത്രിമാരെ, TDPയും BJP അടക്കം 3 മന്ത്രിമാരെ നൽകിയിട്ടുണ്ട്. BJPയുടെ മന്ത്രി ഒരുപക്ഷെ ഒരു മന്ത്രി കൂടി വന്നേക്കും. കാരണം പുരന്തേശ്വരിയെ മന്ത്രിയാക്കും എന്നൊരു സൂചന നേരത്തെ മുതലുണ്ടായിരുന്നു. NTRൻ്റെ മോൾ പുരന്തേശ്വരി, NTRൻ്റെ മരുമോനാണ് നമ്മുടെ ചന്ദ്രബാബു നായിഡു. പുരന്തേശ്വരി അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. ഒരുപക്ഷെ പുരന്തേശ്വരി കൂടി വന്നേക്കാം. കാരണം ലിസ്റ്റ് അപൂർണമാണ് എന്ന് BJP പറയുന്നുമുണ്ട്. കൂടുതൽ പേർ വന്നേക്കാം, ചിലരൊക്കെ കൊഴിഞ്ഞേക്കാം. മഹാരാഷ്ട്ര, കഴിഞ്ഞ തവണ 8 മന്ത്രിമാരുണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ ഇത്തവണ സഖ്യകക്ഷികൾക്കും BJPക്കും ഉൾപ്പെടെ BJP നൽകിയിരിക്കുന്നത് കേവലം 6 മന്ത്രിമാരെയാണ്. കാരണം BJP ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഫോക്കസ് ചെയ്യുന്നത്, അവിടെ ഈ അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് BJPയുടെ മുൻപോട്ടുള്ള പ്രയാണം. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരുടെ എണ്ണം, അതായത് ഇപ്പോൾ കിട്ടിയ സീറ്റിൻ്റെ ആനുപാതികമായി, കാരണം കൂടുതൽ മന്ത്രിമാരെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിയമസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ നിയമസഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഭരണം പിടിക്കാനായാൽ ഒരുപക്ഷെ കൂടുതൽ മന്ത്രിമാരെ നൽകിയേക്കാം. അതല്ല എങ്കിൽ ശിവസേന, ഉദ്ധവ് താക്കറയുടെ ശിവസേന BJP പാളയത്തിലേക്ക് അല്ലെങ്കിൽ NDAയുടെ ഭാഗത്തേക്ക് വന്നാൽ ഈ പറയുന്നത് പോലെ 8 മന്ത്രി തന്നെ വീണ്ടും വന്നേക്കാം. കാരണം ഉദ്ധവിന് 9 MP-മാരാണ് ജയിച്ചിരിക്കുന്നത്. ആ 9 MP-മാർ വരികയാണെങ്കിൽ സ്വാഭാവികമായും 1-2 മന്ത്രിയെ ഉദ്ധവ് താക്കറെ കിട്ടിയായിരിക്കും. അങ്ങനെ ഒരു ചാൻസ് അവിടെ കിടപ്പുണ്ട്. കാരണം 6ഉം ഒരു 2 അവിടെ ഒരു സസ്പെൻസ് പോലെ ഇട്ടിരിക്കുന്നു. പിന്നെ പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മന്ത്രിയെ നൽകിയിരിക്കുന്നത്. പഞ്ചാബിൽ BJPക്ക് സീറ്റൊന്നും ഇല്ല, പക്ഷേ ഒരു മന്ത്രിയെ നൽകിയിട്ടുണ്ട്. അവിടെയും ഒരു മന്ത്രിക്കുള്ള സ്കോപ്പ് BJP നിലനിർത്തിയിരിക്കുന്നു. അത് ശിരോമണി അകാലിദളാണ്. ശിരോമണി അകാലിദൾ മോദിക്ക് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശിരോമണി അകാലിദൾ മന്ത്രി ആയിട്ട് അവിടെ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും ഒരു സീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്ന വ്യക്തി ബിയാൻ സിംഗിൻ്റെ മകനാണ്, മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്, BJPയുടെ നേതാവാണ്. പക്ഷേ അദ്ദേഹം തോറ്റുപോയ ഒരു MP കൂടിയാണ്. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ ഇത്തവണ ലഭിച്ചതാകെ 12 സീറ്റുകളാണ്. 25-25 2019. പക്ഷേ ഇത്തവണ അവിടെ നൽകിയിരിക്കുന്നത് 4 മന്ത്രിമാരെയാണ്. ഈ 4 മന്ത്രിമാരുടെയും ഒരു പ്രത്യേകത ഉണ്ട്. ഈ 4 മന്ത്രിമാരും അവിടുത്തെ സീനിയർ ലീഡേഴ്സാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ രാജസ്ഥാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഗ്രൂപ്പിസത്തിൻ്റെ പിടിയിലാണ് വസുന്ധരാജ സിന്ധ്യയും ഇതുകൂടാതെ ഈ സീനിയേഴ്സും തമ്മിൽ. ഏതാണ്ട് ഈ 4 സീനിയേഴ്സിനെ ഒറ്റയടിക്ക് അവിടെ നിന്ന് സംസ്ഥാനത്തു നിന്ന് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ 4 സീനിയേഴ്സിനെ കൊടുത്തതെന്ന് അവിടുന്ന് കൊണ്ടുപോയതെന്നറിയില്ല കേന്ദ്രത്തിലേക്ക്. ഏതായാലും കഴിവുള്ളവർ തന്നെയാണ് ഈ 4 പേരും. അവർ മന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുള്ളവരാണ്, അതിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴേതായാലും ഈ മന്ത്രിസഭ രൂപീകരണത്തിലൂടെ, മന്ത്രിമാരുടെ ഈ പ്രഖ്യാപനത്തിലൂടെ BJP കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത്. ഭാവിയിൽ ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അവർ ഹരിയാന കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, UP ചെയ്യുന്നു. ഒപ്പം തന്നെ രാജസ്ഥാന്, തമിഴ്നാട്, കർണാടകം,
തെലുങ്കാനയിലേക്ക് വരുമ്പോൾ 2 മന്ത്രിമാരെയാണ് നൽകിയിരിക്കുന്നത്. 8 എംപിമാരാണ് അവർക്ക് ഉള്ളത്. ഏതായാലും കേരളം ഉൾപ്പെടെയുള്ളവർക്ക് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മന്ത്രിമാരുടെ ജാതി മതവും ഒക്കെ കൃത്യമായി അളന്ന് കുറിച്ചിട്ട് തന്നെയാണ് ഇത്തവണ BJP മന്ത്രിമാരെ നൽകിയിരിക്കുന്നത്. ഹരിയാനയിലൊക്കെ ഈ ജാട്ട് വിഭാഗത്തിൻ്റെ നേതാവിനൊക്കെ മന്ത്രിയായി, UP-യിലൊക്കെ കൃത്യമായി തന്നെ ജാതിയുടെ ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരെ നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണ്. കേരളത്തിൽ പോലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെ കൂടുതൽ അടുപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ജോർജ് കുര്യൻ്റെ കാര്യത്തിലുണ്ട്. ഇതൊക്കെയാണ്, അതായത് മന്ത്രിസഭയെ നോക്കുമ്പോൾ നമുക്കറിയാം ഭാവിയിൽ എന്താണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയല്ല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കളെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുക, ബാക്കി ഉള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അവരുടെ മന്ത്രിമാരിലേക്ക് ഒതുക്കുക. പക്ഷേ ഇത്തവണ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മന്ത്രിമാരും ഈ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് അവരുടെ BJP-യുടെ പ്രാദേശിക നേതാക്കന്മാരുമായി ബന്ധം പുലർത്തി മുൻപോട്ട് പോകണമെന്നൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.